ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നല്ല ശോകമുഖമായിട്ടാണ്. കാരണം നല്ല ത്രോട്ട് പെയിൻ ആൻഡ് കോൾഡ് ഉണ്ടായിരുന്നു രാവിലെ എണീറ്റപ്പം തന്നെ. പിന്നെ ഒന്ന് ആവിയൊക്കെ പിടിച്ച് ഒന്ന് മൂക്കൊക്കെ ഒന്ന് സെറ്റാക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ആവി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ എണീറ്റ് പോയിരുന്നത്. അപ്പോൾ ഇത് ഏകദേശം സമയം ഒരു 5:20 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു 5 o'clock ഒക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടനും നല്ല കോൾഡ് ആൻഡ് ഫീവറൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിളിക്കാൻ പോയിട്ടില്ല. കാരണം ആളൊരു ബിസിനസ് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ടയേർഡായിട്ടാണ് ഇന്നലെ രാത്രിയിൽ ഏകദേശം 1 മണിയൊക്കെ ആയപ്പോഴാണ് വന്ന് കിടന്നുറങ്ങിയത്. അപ്പം ചേട്ടൻ നേരത്തെ എണീക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ എണീറ്റു. അച്ചൂട്ടിന് സ്കൂളിൽ പോകണം ഇന്ന്. പിന്നെ നമുക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആക്കണമല്ലോ. അപ്പം തലേദിവസത്തെ ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം വല്ല ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും ചൂടാക്കി കഴിക്കാം എന്നാണ് വിചാരിച്ചത്. പിന്നെ രാവിലെ എണീറ്റ് കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ ലഞ്ചിനേക്കുള്ളതൊക്കെ ആക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ മുന്നത്തെ വീഡിയോസിൽ ഞാൻ വർക്ക് ഫ്രം ഹോം ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ജോബ് കിട്ടിയത്, എന്ത് ജോബാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ. ആക്ച്വലി ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യണത്. ആക്ച്വലി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ദുബായിലേക്ക് പോയതുകൊണ്ട് തന്നെ ഞാൻ അപ്പം തൊട്ടേ വർക്ക് ഫ്രം ഹോം തന്നെയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ പ്രഗ്നൻ്റായി നാട്ടിൽ വന്ന് എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോഴത്തെ ഈ കമ്പനിയിൽ കയറിയിട്ടുള്ളത്. അപ്പം ഞാനിപ്പം ബാക്ക് എൻഡ് ഡെവലപ്പർ ആയിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യണത്. അപ്പോൾ എൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഇന്ത്യൻ ടൈം 9 to 6 ആണ്. അതായത് സൗദിയിലെ ഒരു 6:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ലോഗിൻ ചെയ്യണം. അപ്പം ഞാൻ നോർമലി 6:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ലോഗിൻ ചെയ്യാറുണ്ട്. 6:30 to 7:30 വരെ ഞാൻ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് 7:30 ആകുമ്പോഴാണ് ഞാൻ അച്ചൂട്ടിനെ വിളിച്ചെണീപ്പിക്കണത്. 7:30 ആകുമ്പോഴത്തേക്ക് വിളിച്ചെണീപ്പിച്ച് 8:20 ഒക്കെ ആകുമ്പോഴത്തേക്ക് അച്ചൂട്ടിന് ബസ് വരും. പക്ഷേ അച്ചൂട്ടിൻ്റെ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഭാഗ്യവതി കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചൂട്ടിനെ വിളിച്ച വാട് അവൻ എണീറ്റ് പോകുന്നുള്ളൂ കേട്ടോ. ഒരു 2-3 പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കിടക്കുക ആ പരിപാടിയൊന്നുമില്ല. ആളെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ പെട്ടെന്ന് തന്നെ എണീറ്റ് വരികയും ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ സഹകരിക്കും. ആദ്യം ഞങ്ങൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനൊരു 7 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് ആളെ വിളിച്ച് എണീക്കാൻ പ്രശ്നമില്ല. പക്ഷേ എണീച്ച് വന്നു കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകണമെന്ന് പറയുമ്പോൾ തൊട്ടേ ഭയങ്കര ഛർദി, അവശത, ക്ഷീണം, ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ആൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. ഒരു 1 month ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വലിയ കുഴപ്പമില്ലെന്നായി. പിന്നെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ പെരുന്നാളിൻ്റെ ലീവ് വന്നു. അതും കഴിഞ്ഞിട്ട് പോകാൻ കുറച്ചൊരു മടിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല, നല്ല ഉഷാറായിട്ട് നല്ല ഗുഡ് ബോയ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പം അത് കാരണം തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല രാവിലെ അവനെ എന്താ പറയുക റെഡിയാക്കി വിടാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ ആൾ റെഡി ആയിക്കോളും. അത് കഴിഞ്ഞിട്ട് എനിക്ക് രാവിലെ തന്നെ അടുത്തൊരു പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് ബുക്സൊക്കെ എടുത്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാൻ സാധാരണഗതിയിൽ തലേദിവസം തന്നെ എടുത്ത് വെക്കാറുണ്ട്. പിന്നെ എൻ്റെ വർക്കിംഗ് അവറും കഴിഞ്ഞ് കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് ചെയ്ത് വെക്കാറ്. കാരണം ഞാൻ എന്തായാലും ഒരു 5 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് എണീക്കും. നോർമലി ഞാൻ ആ ടൈമിൽ എണീക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് എണീക്കുന്നതുകൊണ്ട് എനിക്ക് ടൈം കിട്ടാറുണ്ട് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇന്ന് ചേട്ടനും വയ്യാത്തതുകൊണ്ട് ഞാൻ ചേട്ടൻ്റെ ഡ്രസ്സും അച്ചൂട്ടിൻ്റെ ഡ്രസ്സും അയൺ ചെയ്യാമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അച്ചൂട്ടിന് ലഞ്ച് കൊണ്ടുപോകണ്ട. ഇവർക്കാകെ ഒരു 3.5 മണിക്കൂർ ക്ലാസ്സേ ഉള്ളൂ. 8:30 to 12 o'clock വരെ ഇവർക്ക് ക്ലാസ് ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, നമ്മളൊക്കെ പഠിക്കുമ്പോൾ രാവിലെ തൊട്ടേ ഇരിക്കണം ക്ലാസ്സിൽ. രാവിലെ തൊട്ട് വൈകുന്നേരം 4 മണി വരെ ക്ലാസ്. എല്ലാ തേഴ്സ്ഡേ വന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റ്സ് ഒക്കെ ആയിരിക്കും. അത് കാരണം ആ ദിവസവും ക്ലാസ് അങ്ങനെ അധികം ഉണ്ടാവില്ല. അപ്പോൾ ഇതാ രാവിലെ തന്നെ എൻ്റെ ഏകദേശം പണിയൊക്കെ ഞാൻ ഒതുക്കിയിട്ടാണ് കേട്ടോ ഞാൻ വർക്കിന് കയറാറ്. അപ്പോൾ ഞാൻ രാവിലെ ചോറ് എന്തായാലും ഞാൻ രാവിലെ തന്നെ എണീറ്റ് വെക്കും. പിന്നെ ബാക്കി തോരനോ കറിയൊക്കെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എപ്പം ടൈം കിട്ടുന്നോ അല്ലെങ്കിൽ എനിക്ക് വർക്കിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ അപ്പാണ് ഞാൻ ഓടി വന്നിട്ട് എന്തെങ്കിലും കറിയോ തോരനോ എന്തെങ്കിലും വെക്കുകയോ ക്ലീനിങ് എന്തെങ്കിലും അത് ചെയ്യുകയോ ഒക്കെ ചെയ്യാറ്. അപ്പോൾ ഇത് രാവിലെ തന്നെ ആ ജീരകവെള്ളം നല്ല ചൂടോടെ അങ്ങ് കുടിച്ചപ്പം തന്നെ തൊണ്ടയ്ക്ക് ഭയങ്കര ഒരു ആശ്വാസമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഞാൻ ഒരു കോഫി ഉണ്ടാക്കി കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ചൂടുള്ളത് തന്നെ കുടിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഇതാ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കാണ്. പിന്നെ രാവിലെ ഞാൻ എങ്ങനെ ചായ കുടിച്ചാലും ആ ചായൻ്റെ ഒപ്പം എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ചെന്നൈ ദർബാറിൽ പോയപ്പം കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഏകദേശം സമയം 7:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 7:30 അല്ല 7:35 ആയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതാ ഇനിയിപ്പോൾ അച്ചൂട്ടനെയും ചേട്ടനെയും വിളിച്ചെടുപ്പിക്കണം, രണ്ടുപേർക്കും പോകാനുണ്ട്. അപ്പം ചേട്ടന് ഇത്തിരി കുറവുണ്ട്, ഫീവർ ഇപ്പോൾ ഇല്ല, കോൾഡ് ഉണ്ട് എന്തായാലും. അപ്പോൾ ഇതാ ഞാൻ അച്ചൂട്ടനെ കേട്ടോ ആദ്യം തന്നെ വിളിച്ചെണീപ്പിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, അച്ചൂട്ടനെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ പെട്ടെന്ന് തന്നെ എനിക്ക് തന്നെ പാവം തോന്നും. ഞാനൊക്കെ ആണെങ്കിലും വിളിച്ചാലൊന്ന് എണീച്ച് വരാൻ ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അവനെ വിളിച്ചാൽ പെട്ടെന്ന് ഇതുണ്ടല്ലേ എണീറ്റ് വന്നോളും. പിന്നെ ചേട്ടനെ ഞാൻ വിളിച്ചെണീപ്പിച്ചു. പിന്നെ ഞാൻ അവനുള്ള ഫുഡൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ചേട്ടൻ അവനെ പല്ലൊക്കെ തേപ്പിച്ച് ഒന്ന് ഫ്രഷ് ആക്കി ആവി പിടിക്കാൻ അവനെയും കൂടെ കൂട്ടും കേട്ടോ. അവനെ രാവിലെ റെഡിയാക്കുന്ന കാര്യത്തിലൊക്കെ ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പിന്നെ അത്ര വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ അച്ചൂട്ടിന് ഫുഡൊക്കെ കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നല്ല ഗുഡ് ബോയ് ആയിട്ട് രാവിലെ തന്നെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ചേട്ടനും അപ്പോഴത്തേക്ക് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് റെഡിയാവും. അപ്പോൾ ഇതാ രണ്ടുപേരും കൂടെ പോവാണ്. എനിക്ക് ആദ്യമൊക്കെ അച്ചൂട്ടിനെ സ്കൂളിൽ വിടുമ്പോൾ ആദ്യമായിട്ട് അവ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. ഞാനിങ്ങനെ നോക്കിയിരിക്കും, എപ്പോൾ വരിക, സമയമായില്ലല്ലോ എന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ചൂട്ടനും ചേട്ടനും പോയതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. അപ്പം രാവിലെ തന്നെ ബ്രെഡും ബീഫും ആണ് ഞാൻ കഴിക്കുന്നത്. ഇന്ന് വേറെ പ്രത്യേകിച്ച് ഉണ്ടാക്കാനുള്ളൊരു ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ നേരെ വർക്കിന് കയറും. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 8:45 ഒക്കെ ആയിട്ടുണ്ടാവും ഇവിടെ സമയം. ആ ഒരു സമയമാകുമ്പോഴത്തേക്കാണ് ഞാൻ വീണ്ടും പിന്നെ 7:30ക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും വർക്കിന് കയറാറ്. അപ്പം ഇതാ വർക്കിന് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ടൈം നമ്മളിങ്ങനെ ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എണീക്കുമല്ലോ. ആ ഒരു സമയത്ത് ഓടി വന്ന് അടുക്കളയിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് ചെയ്യും. അപ്പോൾ ഇതാ എനിക്ക് ഇന്നൊരു തോരനും കറിയും ഒന്നും വെക്കാനുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല. നല്ല ഒരു ക്ഷീണമായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലത്തെ ബീഫ് കറിയില്ലേ അതൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാമെന്ന്. കുറച്ച് സവോളയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ തന്നെ ഒരു ടേസ്റ്റ് മാറുമല്ലോ. അപ്പോൾ അങ്ങനെ ആക്കി കുറച്ച് നെയ്ച്ചോറും കൂടെ വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ബീഫ് നല്ല അടിപൊളി ടേസ്റ്റിൽ വന്നു കേട്ടോ. അപ്പം കുറച്ച് സവോള ഞാൻ എന്നിട്ട് ബാക്കിയും വെച്ചു. അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി മൂടിയും കൂടെ വെച്ച് കഴിഞ്ഞപ്പം എന്താ പറയുക നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു പിന്നെ കഴിക്കുമ്പോൾ. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ വന്നിതാ വീണ്ടും വർക്കിനിരുന്നു. കൂടെ കുറച്ച് സ്വീറ്റ്സും. എനിക്ക് മധുരം എന്തെങ്കിലും ഉണ്ടെങ്കിലുണ്ടല്ലോ അത് തീർത്തില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. പിന്നെ ഇതാ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആയപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാം കേട്ടോ. ഞാൻ തല കുളിക്കുന്ന ദിവസം ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിലാണ് അധികവും കുളിക്കാറ്. അപ്പോൾ ഇതാ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയ പാട് തന്നെ പെട്ടെന്ന് തന്നെ നെയ്ച്ചോറ് വെക്കാമെന്ന് വെച്ചു. അതാകുമ്പോൾ പെട്ടെന്ന് ഒറ്റ വിസിലിന് കാര്യം കഴിയുമല്ലോ. അപ്പോൾ നെയ്ച്ചോറ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ബീഫും ഉണ്ട്, കുറച്ച് അച്ചാറും കൂട്ടി കഴിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പിന്നെ നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചേട്ടൻ ഉച്ചയ്ക്ക് ലഞ്ച് വീട്ടിൽ വന്നിട്ടാണ് കഴിക്കുന്നത്. ഇവിടെ അടുത്തായതുകൊണ്ട് പിന്നെ ചേട്ടൻ വന്നിട്ടാണ് കഴിക്കാറ്. ബാഗ് എടുക്ക്. അപ്പോൾ ഇത് നമ്മുടെ നെയ്ച്ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചൂട്ടനെ ഡ്രൈവർ അങ്കിൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയായി താഴെ പോയിട്ട് അച്ചൂട്ടനെ കൂട്ടാൻ പോയേക്കായിരുന്നു. അച്ചൂട്ടന് 12 o'clock വരെയാണ് ക്ലാസ് ഉള്ളത്. അവനൊരു 12:10 അല്ലെങ്കിൽ ഒരു 15 ഒക്കെ ആകുമ്പോഴത്തേക്ക് എത്താറുണ്ട്. അപ്പോൾ ഇത് അച്ചൂട്ടൻ വന്നതിൻ്റെ പിന്നാലെ തന്നെ ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ബീഫ് രാവിലെ റെഡിയാക്കി വെച്ചതായതുകൊണ്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചതാണ്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. അച്ചൂട്ടനും ഇത് കൊടുക്കും, നെയ്ച്ചോറും അവനും ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അച്ചൂട്ടിന് കുറച്ച് നേരം ഒരു 1 hour ഞാൻ TV വെച്ച് കൊടുക്കും അവന്. ആ സമയത്ത് ഞാൻ വർക്കിന് കയറും. അപ്പോൾ എൻ്റെ വർക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് ചെയ്തൊന്ന് ഒതുക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അവനെ കിടത്തി ഒന്ന് ഉറക്കും. വന്നു കഴിഞ്ഞ് ഒരു 2 o'clock തൊട്ട് അവനൊരു 4:30 അല്ലെങ്കിൽ 5 o'clock വരെയൊക്കെ അവൻ നന്നായിട്ട് ഉറങ്ങിക്കോളും. വലിയ എന്നെ ശല്യം ചെയ്യൊന്നുമില്ല. ആൾ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങിക്കോളും. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടെ കിടന്നാൽ മതി, പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റിൽ അവൻ ഉറങ്ങിക്കോളും. അത് കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും ഞാൻ വർക്കിന് കയറിയേക്കാണ്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് രാവിലെ എണീക്കുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. എത്ര പെട്ടെന്നാണെന്ന് പറയുക സമയം പോകുന്നത്. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് സമയം പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതാ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഒരു ചായയൊക്കെ കുടിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് മെല്ലെ വന്നതാണ്. അപ്പോൾ അച്ചൂട്ടിന് ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ മിക്ക ദിവസവും വൈകുന്നേരം ഒന്നല്ലെങ്കിൽ അവനെ പാർക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാറുണ്ട്. കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടെ കളിക്കാൻ വേറെ ഫ്രണ്ട്സോ കൂട്ടുകാരോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ നാട്ടിലുള്ള പോലെ ആയിരിക്കില്ലല്ലോ. അപ്പം ഇവിടെ തന്നെ ഇരിക്കണ്ടേന്ന് ഓർത്തിട്ട് ഞങ്ങൾ മിക്ക ദിവസവും വൈകുന്നേരം പുറത്തിറങ്ങാറുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് KFC ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്ന് ഡ്രസ്സൊന്ന് മാറിയപ്പോഴത്തേക്ക് അതും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.